പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഗുഡ് ഫ്രൈഡേ. ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന സുദിനം. ഈ ദിവസം നമുക്ക് നൽകുന്ന പ്രചോദനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് വേണം ഇന്ന് പള്ളിയിൽ പോകാനെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ഇടവപ്പള്ളിയിലേക്ക് വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. ഹരിനഗറിൽ നിന്നും ജനക്പുരി. കഴിഞ്ഞ ഓശാന തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, യേശു തമ്പുരാൻ വിനയത്തിന്റെ പ്രതീകമായി കഴുതപ്പുറത്ത് സഞ്ചരിച്ചാണല്ലോ ദേവാലയത്തിലേക്ക് പോയത്. എന്നാൽ നാം അവരെ അനുസരിക്കാതെ അവരുടെ ഗുണാംശങ്ങൾ സ്വീകരിക്കാതെ യേശു മരിച്ചതോർത്ത് ഇപ്പോഴും കരഞ്ഞും വിലപിച്ചും പിറുവിറുത്തും ഇരുന്നിട്ട് വൈകുന്നേരം പട്ടിണി കഞ്ഞിയും കുടിച്ച് ഇവന്മാരെ സ്ഥലം വിടും. നിഷേധിക്കാൻ പറ്റുമോ? ഈ സാഹചര്യത്തിലാണ് ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന പ്രചോദനം എന്ന ടോപ്പിക്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൂശിൽ കയറി മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി സ്വന്തം ജീവനെ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ അതിദാരുണമായ മരണമാണല്ലോ നാം ഇന്ന് ഓർമ്മിക്കുന്നത്, അല്ലേ? അദ്ദേഹം ഒരു ജാതിയോ മതമോ വർഗമോ വിഭാവനം ചെയ്തിട്ടുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടുമായിട്ടോട്ടോ പറയുന്നത്. നമുക്കറിയാലോ, നമ്മൾ ആരാധിക്കുന്ന ദൈവസ്വരൂപങ്ങളെ എല്ലാം പീഡിപ്പിച്ചു കൊന്നതാണ്. കൃഷ്ണ ഭഗവാനെയും മനുഷ്യർ വെറുതെ വിട്ടില്ല. കൽത്തുറുങ്കിൽ അടച്ച് അവസാനം ഏതോ ഒരുത്തം കയറി അമ്പെയ്ത് കൊന്നു. അറിയാലോ, മുഹമ്മദ് നബിയാണെങ്കിൽ ഇവന്മാരെ നഗ്നനാക്കി റോഡിലൂടെ വലിച്ചഴച്ച് ഗുഹയ്ക്കകത്ത് തള്ളിക്കളഞ്ഞു അത്രേ. യേശു ക്രിസ്തുവിനെ പിടിച്ച് ഇവർ കുപ്പേഴ്സ് ഗ്രന്ഥി വലിച്ചു കീറി, കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചിട്ട് അവശനാക്കി. എന്നിട്ടും പോരാഞ്ഞിട്ട് തൂക്കിക്കൊന്നു. മഹാത്മാഗാന്ധിയെ, ഇന്ദിരാഗാന്ധിയെ, അങ്ങനെ എല്ലാത്തിനെയും ഇവർ വെടിവെച്ചു കൊന്നു. നിഷേധിക്കാനാവുമോ? എന്നിട്ടും ഇപ്പോഴും അവർ ജീവിക്കുന്നില്ലേ? അതാണ് സാക്ഷാൽ ജീവിതം എന്ന് പറയുന്നത്. എന്താ, നിങ്ങൾക്കും ഒരു ദൈവപുത്രനായിക്കൂടെ? നിങ്ങളുടെ ഇഷ്ടം ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? ഒന്ന് അനുഗമിച്ചാൽ എന്താന്നേ കുഴപ്പം? അതിന് ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പാപം ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും നമിച്ചും ജപിച്ചും തപിച്ചും ഒക്കെ ഇരുന്നാൽ മാത്രം മതിയോ വിശ്വാസികളെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അല്പസ്വല്പം തെറ്റുകുറ്റങ്ങളൊക്കെ വന്നെന്നിരിക്കും. സാരമില്ല, അതൊക്കെ തിരുത്തി നമുക്ക് മുന്നേറാം. യേശു സമൂഹത്തിലേക്ക് ഇറങ്ങി ആ ചങ്ക് കാണിച്ചു കൊടുത്തിട്ടും കരികിലയാണെന്നല്ലേ പറഞ്ഞത്, അല്ലേ? മനുഷ്യരുടെ രക്ഷയ്ക്കായി താൻ സഹിച്ചതിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹം, ക്ഷമ, ധൈര്യം, അതൊക്കെ നമുക്ക് എല്ലാവർക്കും വലിയ പാഠമാണ്, വലിയ പ്രചോദനമാകേണ്ടതാണ്. അതാണ് ദുഃഖ വെള്ളിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. നന്മയ്ക്കായി നിങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാകുമോ? അത് നടക്കുന്ന കാര്യമാണോ? വലിയ വിഷമമാണ്. വിശ്വാസം നിലനിർത്താനാവുമോ? അതിന് കുഴപ്പമില്ല. കാരണം എവിടെയെങ്കിലും ഒരു വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇനി ക്ഷമയുടെ പാതയിൽ നടക്കാൻ പറ്റുമോ? അതും വലിയ പ്രയാസമാണ്, അല്ലേ? നമ്മുടെ ഇഷ്ട ദൈവസ്വരൂപം ആരാണെങ്കിലും ശരി, അവർ അവരുടെ നന്മകൾ കൊണ്ടാണ്, ഗുണങ്ങൾ കൊണ്ടാണ് ദൈവസ്വരൂപമായി മാറിയത്. അത് പ്രപഞ്ച ശക്തിയിൽ നിന്നും അവർ ആർജിച്ചെടുത്തതാണ്. എന്താ, നമുക്കും ആയിക്കൂടെ? പ്രപഞ്ചനാഥന്റെ ഗുണങ്ങൾ സാംശീകരിച്ചെടുത്ത് മനുഷ്യർ പരസ്പരം പ്രയോജനപ്പെടുത്താനാണ് എല്ലാ ദൈവസ്വരൂപങ്ങളും ആഗ്രഹിക്കുന്നത്. അതൊന്ന് ചെയ്തു നോക്കിയാൽ എന്താ കുഴപ്പം? നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സ്തുതി സ്തോത്രങ്ങളിൽ മാത്രം വാണരുളുന്ന ദൈവമാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈശ്വര സന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ ആരാധനയുടെ കണക്കുകളോ നിങ്ങളുടെ ജാതി മത വർഗമോ ഒന്നും ദൈവം ചോദിക്കില്ല. പക്ഷെ ഒന്ന് ചോദിക്കും. എന്താണെന്നറിയോ? നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടാണ് വന്നതെന്ന്. അവിടെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കുരിശിന്റെ ശബ്ദം നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീതിപൂർവം ജീവിക്കാനാണ്, ദൈവയുടെ വഴിയിലൂടെ നടക്കാനാണ്. സ്നേഹത്തിന്റെ ആ സ്വരമുണ്ടല്ലോ, അത് ദുഃഖത്തെ അകറ്റും. എന്തൊക്കെയായാലും യേശു കടന്നുപോയ അത്യന്തം ദുരന്ത വഴിയിൽ നിന്ന് നമുക്കിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം. നാം ഓരോരുത്തരും ജീവിതത്തിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ അനുഭവിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ നീതി കാത്തു നിൽക്കുന്നവരായി മാറുന്നു. പക്ഷെ ക്രൂശിന്റെ ശബ്ദം പറയുന്നത് ഇതാണ്: നോട്ട് ഔട്ട്. നീതി നിലനിൽക്കും, ദൈവയുടെ വഴി ജയിക്കും, സ്നേഹത്തിന്റെ സ്വരം ദുഃഖത്തെ മറികടക്കും. യേശു കടന്നുപോയ വഴിയിൽ നിന്ന് നമുക്കിന്ന് പ്രചോദനമെടുക്കാം.
അത്യന്തം വേദനയിലേക്കും അപമാനത്തിലേക്കും വന്നിട്ടും ക്ഷമിക്കാൻ കാണിച്ച ആ ആത്മധൈര്യമാണ് ഗുഡ് ഫ്രൈഡേയിൽ നിന്നും നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കേണ്ടത്. ആ മൂല്യം അതാണ്. ഒറ്റപ്പെടലിലൂടെയും കള്ള ആരോപണങ്ങളിലൂടെയും കടന്നുപോയിട്ടും മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ച ആ വലിയ മഹത്തായ മനസ്സ്, കുരിശിലെ വേദനയ്ക്കിടയിൽ പോലും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി നിലകൊണ്ട് ആ കൃതജ്ഞത, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വെറും ദുഃഖം കണ്ടു നിൽക്കാനല്ല, വെറും ദുഃഖം ആചരിക്കാനല്ല, മറിച്ച് ആ ദുഃഖം മറികടന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ ക്ഷണിക്കുന്നത്. അവന്റെ ത്യാഗം വൃഥ ആകരുത്. നമ്മുടെ ജീവിതം സ്നേഹത്തിലേക്കും സേവനത്തിലേക്കും മനസ്സ് തുറക്കട്ടെ. ഇന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് പറയുക, ഞാനും ഈ ക്രൂശ് ചുമക്കും, എന്നിൽ കഴിയുന്ന അളവിൽ ഞാൻ മറ്റുള്ളവർക്കായി ജീവിക്കും. എങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച തീരുന്നത് വെറും ദുഃഖത്തിലല്ല, മറിച്ച് അതിൻ്റെ അതീതമായ പ്രത്യാശയിലായിരിക്കും. നന്ദി, നമസ്കാരം.